നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം ഇവളെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും രക്ഷപ്പെടുത്തുവാണെങ്കിൽ കുറേ കഷ്ടതകളെല്ലാം അനുഭവിച്ച് ഇവിടെ അടിയും തൊഴിയും എല്ലാം കൊണ്ട്, കാരണം ആരും ഇവിടെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ച് പോയതാണേ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വല്ലതും കൊടുക്കാൻ റോഡിൽ അവിടെ നമ്മളെ വീട്ടിലൊക്കെ വന്നാലും ഒക്കെ കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഭക്ഷണം കൊടുത്താലും പരാതികളാണ്. കാരണം അത് ഇവിടം വിട്ടു പോകാത്തത് ഭക്ഷണം കിട്ടുന്നോണ്ടാണ്. അത് എവിടെയെങ്കിലും പൊയ്ക്കോളും. അങ്ങനെ ഇവിടെ പരാതികളും പ്രശ്നങ്ങളും. പിന്നെ ഇത് അടുത്ത വീടുകളിലൊക്കെ വിറക് വരെ ചെന്ന് ഇങ്ങനെ ഒതുങ്ങുമ്പോൾ അവരെല്ലാം കല്ലെടുത്തും കൈയൊക്കെ ഒരുക്ക അടിച്ചൊടിച്ച്, ആരെന്നറിയില്ല. അങ്ങനെയൊക്കെ കുറെ സീനുകളായ കുഞ്ഞാണ്. പിന്നെ ഇവക്ക് അവളെ കഷ്ടതയെന്ന് പറയാൻ ഈ രോമം എല്ലാം പൊഴിഞ്ഞു പോയി, വ്രണങ്ങളായി, രോമമെല്ലാം പൊഴിഞ്ഞ് ഒരു രോമവും ഇല്ലാത്ത അവസ്ഥ. ഞാൻ അപ്പോഴൊന്നും പിന്നെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാനിത് ബിന്ദു ചേച്ചിക്ക്, ബാംഗ്ലൂരിലെ ബിന്ദു ചേച്ചിക്ക് വീഡിയോ അയച്ചു കൊടുത്തപ്പം ബിന്ദു ചേച്ചി രചനയോടുകൂടി പറഞ്ഞിട്ട് കുറച്ച് ഗുളികയുടെയൊക്കെ പേരെഴുതി തന്ന്. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ഇളയ മോള് മേടിച്ചുകൊണ്ട് വന്ന് നൈറ്റൊക്കെ ആരും കാണാതെയൊക്കെ ഞാൻ ചോറിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത്. ഒരുവിധം ഇങ്ങനെ, നിങ്ങൾ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, ഇവിടെ രോമം മൊത്തം പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ രോമമൊക്കെ പൊടിച്ച് പൊടിച്ച് വന്നു. കുഴപ്പമില്ലാതെയൊക്കെ അത് ഇവിടെയൊക്കെ നിന്ന് എല്ലാവരും കൂടിയൊക്കെ ഭക്ഷണം, ഇഷ്ടമുള്ളവരും ഉണ്ട് ഇഷ്ടമില്ലാത്തവരും ഉണ്ട്, അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തും കഴിച്ചുമൊക്കെ അത് ഒരുവിധം ഇങ്ങനെ ജീവിച്ചു പോയായിരുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഒരു ആക്സിഡന്റ്, ഞാൻ കണ്ട കേസാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി പോയിരുന്നു. ഇങ്ങനെ ചേച്ചിയും കൂടി വരണ വഴിക്ക് ഒരു ബൈക്ക് കയറി 2 പ്രാവശ്യം, എന്ന് വെച്ചാൽ പല വണ്ടികളും ഇവരെ തട്ടണ ഞാൻ കണ്ടു. കാരണം അടങ്ങി ഒതുങ്ങിയ റോഡിൽ നിൽക്കുകയില്ല, ചാട്ടമാണ്, ഏത് വണ്ടി കണ്ടാലും എടുത്ത് ചാടും. അപ്പൊ ഞാൻ എൻ്റെ വീടിന്റെ മുറ്റത്തൊക്കെ ഞാൻ കണ്ടാ ഓട്ടിച്ചു വിടും. കാരണം വണ്ടികൾ, ഇവക്ക് പേടിയില്ല. വണ്ടിയുടെ ഇടയിൽ കയറി കീ കീ എന്നുള്ള വിളി ശബ്ദം മാത്രമേ ഇവളെ കണ്ട ഒരു 2 വിളിയെങ്കിലും കേൾക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങോട്ട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു വിടും. അപ്പം ഇന്ന് 4 ദിവസം ആക്സിഡന്റ്, നന്നായിട്ട് എൻ്റെ കുറുക്കിൽ ഇങ്ങനെ ഇടിച്ച് കയറി. അങ്ങനെ ഇന്ന് 4 ദിവസമായി കുഞ്ഞിനെ കാണാനില്ലായിരുന്നു. അങ്ങനെ ഇന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഗുണ്ടൂരെയൊക്കെ പുറത്തിറക്കുമ്പോഴേ ഇവള് ഓടി വരും കേട്ടോ. പക്ഷെ ഇന്ന് 4 ദിവസം എല്ലാവരും പറഞ്ഞ ആക്സിഡന്റോട് കൂടി പോയി. ചിലപ്പം എന്തെങ്കിലും സംഭവിച്ചു. ഞാൻ ഇങ്ങനെ വിളയിലെല്ലാം പോയി നോക്കി, തോട്ടത്തെല്ലാം ഇവൻ പോണ എന്ന് വെച്ചാൽ വിളിയോടുകൂടി ഒരു ഓട്ടം ഓടിക്കൊടുത്തതാ. 4 ദിവസമായിരുന്നു കാണാതായിട്ട്. ഇന്ന് ഞാൻ നൈറ്റ് ഇങ്ങനെ ഗുണ്ടൂനെയും കൊണ്ട് ഞാനിങ്ങനെ, മഴയാണ്, ഇങ്ങനെ ഗുണ്ടൂനെയും കൊണ്ട് പോയപ്പോഴേക്കും കുഞ്ഞിതാ അവിടെ ഗുണ്ടുവിനെ മണം അടിച്ചപ്പോൾ തന്നെ അവൾ ഓടി കയറി വന്നു റോഡിലോട്ട്. പിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ന് 4 ദിവസമായി ഇത് നാട്ടിലൊന്നും ഇറങ്ങിയിട്ട്. നല്ല വിശപ്പും കാണും. പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു. പക്ഷേ നല്ല രോമമെല്ലാം വീണ്ടും പഴയതുപോലെ എല്ലാം ഇങ്ങനെ ആയി കിടക്കുകയാണ് കേട്ടോ, പാവം കുഞ്ഞ്.